നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ട്രംപിൻ്റെ 400 മില്യൺ ഗിഫ്റ്റ് ഫ്രം ഖത്തർ. ഖത്തർ എന്നുള്ള സമ്പന്നമായിട്ടുള്ള രാജ്യം അമേരിക്കൻ പ്രസിഡന്റിന് 400 മില്യൻ്റെ ഒരു വിമാനം സമ്മാനിച്ചു, ജെറ്റ് സമ്മാനിച്ചു. അതിനെപ്പറ്റി ഒരുപാട് വാർത്തകൾ പല യൂട്യൂബേഴ്സും പല രീതിയിലും ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വിഷയം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, വ്യാജ വാർത്തകളാണ് 90% പരക്കുന്നത്. ആദ്യമേ പറയട്ടെ, എന്താണ് ഈ പറയുന്ന ഗിഫ്റ്റ്? അതായത് എയർഫോഴ്സ് 1 എന്ന് പറയുന്നത് എന്താണ്? എയർഫോഴ്സ് 1 വേറൊന്നുമല്ല, അമേരിക്കൻ്റെ പ്രസിഡന്റ് ആരാണോ അവർ യാത്ര ചെയ്യുന്ന ഔദ്യോഗിക വിമാനമാണ് എയർഫോഴ്സ് 1. സൊഫിസ്റ്റിക്കേറ്റഡ്, അതായത് ലോകത്തിലെ ഏറ്റവും എല്ലാ ടെക്നോളജിയിലും ഉള്ളൊരു എയർക്രാഫ്റ്റ്. അതായത് റീഫ്യൂൽ വിത്ത് റീഫ്യൂലിംഗ്, അതേ മുഴുവൻ സമയവും പറക്കാൻ സാധിക്കും. വിത്ത് റീഫ്യൂലിംഗ് കപ്പാസിറ്റി ഉണ്ട്. സാധാരണ കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റുകൾക്ക് ഒരു കാരണവശാലും റീഫ്യൂലിംഗ് ചെയ്യാൻ സാധിക്കില്ല. 747-200, അതായത് ബോയിങ്ങിൻ്റെ 970കളിൽ ഫ്ലൈയിങ് ക്യൂൺ എന്ന് വിളിക്കുന്ന ഈ പറയുന്ന 747 ആണ് ഈ പറയുന്ന എയർഫോഴ്സ് 1. 2 എയർക്രാഫ്റ്റ് ഉണ്ട്, സ്റ്റാൻഡ് ബൈ ആയിട്ട് വേറെ ഉണ്ട്. പിന്നെ എന്ന് പറയുന്ന 4 ട്വിൻ എഞ്ചിനാണ് ഈ പറയുന്ന 4 എഞ്ചിൻസാണ്. ഇപ്പം നമ്മുടെ ശ്രീമദ് നരേന്ദ്രമോദിജിയുടെ 777 ആണ് എയർ ഇന്ത്യ 1. അത് ട്വിൻ എഞ്ചിനാണ്. ഇത് 4 എഞ്ചിൻ വെച്ചിട്ടാണ് ഈ സാധനം പറക്കുന്നത് 747. അതെപ്പോഴും വളരെ ചുരുക്കം രാജ്യങ്ങൾ മാത്രമേ ഈ 747 ഉപയോഗിക്കുന്നുള്ളൂ. കാരണം വളരെ ഭീമമായിട്ടുള്ള ചിലവാണ് ഈ പറയുന്ന 747 മെയിൻ്റനൻസ്. അതിൻ്റെ റീഫ്യൂലിംഗ്, അതിൻ്റെ കോസ്റ്റ് എക്കോണമിക്കൽ വയബിൾ അല്ല. അതിൻ്റെ സ്പെയർ പാർട്സ് കിട്ടാറില്ല, എഞ്ചിനീയറിംഗ് കോസ്റ്റ്. പക്ഷെ അമേരിക്ക അതൊരു ഗൈഡ് ലൈനാണ് എയർഫോഴ്സിൻ്റെ. അതായത് പ്രസിഡന്റ് ഈ പറയുന്ന 4 എഞ്ചിനുള്ള എയർഫോഴ്സ് 1 ഉപയോഗിക്കാൻ പാടുമെന്നുള്ളൂ. അപ്പോൾ ഈ ജോൺ എഫ് കെന്നഡിയാണ് ആദ്യമായിട്ട് ഈ പറയുന്ന എയർഫോഴ്സ് 1 കൊണ്ടുവന്ന്. 1990 707 ആയിരുന്നു ഇതിന് മുമ്പത്തെ എയർഫോഴ്സ് 1. അത് വിരമിച്ചു. അങ്ങനെ ഇപ്പോൾ ട്രംപ് ഉപയോഗിക്കുന്ന ഈ 747 പ്രാബല്യത്തിൽ വന്നു, കമ്മീഷനിലായി എന്ന് പറയാം. ഏകദേശം 35 വർഷമായി സെയിം എയർക്രാഫ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണ്. 2018 ട്രംപിൻ്റെ ഫസ്റ്റ് ടൈം ട്രംപ് ഒരു ബില്ല് കൊണ്ടുവരികയാണ്. ഓക്കെ, ഈ 35 വർഷമായി ഈ പറയുന്ന 747 ഹൈലി കസ്റ്റമൈസ്ഡ് 747 നമുക്ക് മാറ്റണം, ഫേസ് ഔട്ട് ചെയ്യണം. പുതിയൊരു എയർഫോഴ്സ് 1 2 കൊണ്ടുവന്നേ പറ്റൂ. ട്രംപ് ടെൻഡർ കൊടുത്തിരുന്നു മാർക്കറ്റിൽ. അങ്ങനെ ഒരുപാട് പേര് വന്നു. തീർച്ചയായിട്ടും ബോയിങ്ങിനായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. അമേരിക്കൻ കമ്പനിയാണ്. അങ്ങനെ ബോയിങ്ങിൻ്റെ കോൺട്രാക്റ്റ് വന്നു. ബോയിങ് പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ 2 747-200 സീരീസ് കൊടുക്കാം ആസ് എയർഫോഴ്സ് 1. 2024 അതായത് ഓൺ സർവീസിന് റെഡിയാക്കി തരാം. $5 ബില്യൺ ചിലവാകും. ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. ട്രംപ് അവിടെയും ഈ പറയുന്ന അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള ബോയിങ് ആയിട്ട് പോലും അദ്ദേഹം നെഗോഷിയേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹം പറയുകയാണ്, 4.5 ബില്യൺ വളരെ കൂടുതലാണ്, എനിക്ക് ബോയിങ് പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അമേരിക്കയിൽ നിന്നല്ല, വേണമെങ്കിൽ പുറത്ത് പോയി വേണമെങ്കിൽ പണം ഉണ്ടാക്കിക്കോ. അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് $3.9 ബില്യൺ 2018 ട്രംപ് സൈൻ ചെയ്യുകയാണ് ബോയിങ് ആയിട്ട് പുതിയ 2 എയർക്രാഫ്റ്റ് വാങ്ങാനായിട്ട്. ചിന്തിക്കണം. അങ്ങനെ എല്ലാം കഴിഞ്ഞു. ട്രംപ് അങ്ങനെ പരാജിതനായി. ബൈഡൻ വന്നു. നമുക്ക് ബൈഡൻ്റെ അവസ്ഥ അറിയാം. അദ്ദേഹം ഒരു ഉറക്കം തൂങ്ങിയാണ്, സ്ലീപ്പി ജോ ആണ്. അദ്ദേഹത്തിന് യാത്രകൾ ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ ഇതിനെപ്പറ്റി അദ്ദേഹം ചോദിച്ചുമില്ല. ബോയിങ് അതങ്ങ് വിട്ടു, പണം വാങ്ങിച്ചു, പണി തുടങ്ങി. 2024 ബൈഡൻ മത്സരിച്ചില്ല. ബൈഡൻ്റെ പാർട്ടി തോറ്റു. ട്രംപ് വീണ്ടും വന്നപ്പോൾ ട്രംപ് ഈ വിഷയം വീണ്ടും എടുത്തിട്ടു. ബോയിങ്ങിനെ വിളിച്ചു, കമ്മിയാർ, എവിടെയാണ് ഈ പറയുന്ന ഫ്ലൈറ്റ്? ഏകദേശം 6 വർഷമായി നിങ്ങൾ പ്രോമിസ് ചെയ്തിരുന്നത് 2024 എവിടെയാണ് ഈ സംഭവം? അപ്പോൾ ഈ പറയുന്ന ബോയിങ് പറഞ്ഞു, സപ്ലൈ ചെയിൻ ഇഷ്യൂ, ഞങ്ങളുടെ 2-3 സപ്ലൈസ് ബാങ്ക്രപ്റ്റായി, അങ്ങനെ ഒരുപാട് മുട്ടാപ്പോക്ക് ന്യായങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ബോയിങ്ങിനെ പറ്റി വേറെ വീഡിയോ ചെയ്യാം. ബോയിങ്ങിൻ്റെ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. 737 മാക്സ് താഴെ പോകുന്നു. പിന്നെ ഈ സുനിത വില്യംസിൻ്റെ സ്പേസ് കൊണ്ട് അവിടെ ഇട്ട് തിരിച്ചു പോകുന്നു. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു കുറവില്ല. ബോയിങ് ഒരു എന്താ പറയുന്നത്, ഒരു 3ാം കമ്പനിയെ മാറി കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ട്രംപിന് മനസ്സിലായി ഇനി നടക്കാൻ പോകുന്നില്ല. ട്രംപിന് ഒരു എക്സിസ്റ്റിംഗ് ഒരു ത്രെട്ട് ഉണ്ട് ഇറാൻ്റെ ഭാഗത്ത് നിന്ന്. കാരണം ഈ പറയുന്ന അമേരിക്കൻ എയർഫോഴ്സ് 1 പറ്റിയില്ലെങ്കിൽ പോലും ട്രംപ് 1 എന്നുള്ള എയർക്രാഫ്റ്റ് 757 സീരീസ് ട്രംപിൻ്റെ ക്യാമ്പയിനിങ് സമയത്ത് വെടിവെച്ചിടും എന്നുള്ളൊരു ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു ട്രംപിന്. അതുകൊണ്ട് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ട്രംപ് 1 എന്നുള്ള വിമാനം ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ഫ്ലൈറ്റിലായിരുന്നു ക്യാമ്പയിനിങ്ങിന് പോയിരുന്നത്, പ്രീവിയസ് ടു ഈ ഇലക്ഷന് മുമ്പ്. അല്ലായിരുന്നു. അപ്പോൾ ട്രംപിന് ഒരു ട്രോമയുണ്ട്, ഒരു പേടിയുണ്ട്, ഫോബിയുണ്ട്. അത് പറയുന്നത് എന്തെങ്കിലും കാരണവശാൽ ഈ പറയുന്നത് ഇപ്പോഴത്തെ എയർഫോഴ്സ് 1 അടിച്ചിടുമോ എന്നുള്ളത്. അവിടെ നൽകട്ടെ. അപ്പോൾ ട്രംപിന് മനസ്സിലായി 2 വർഷം മിനിമം എടുക്കും. ബോയിങ് പറഞ്ഞു 2026 ഒരു പക്ഷേ ഞങ്ങൾ തരാം. അപ്പോഴേക്ക് ഏകദേശം ട്രംപിൻ്റെ കാലാവധിക്ക് അവസാനിക്കാറായി. ട്രംപ് അങ്ങനെ
എന്താ പറയുന്നത് മാർക്കറ്റിലേക്ക് ഒരു ടെൻഡർ ഫ്ലോട്ട് ചെയ്തു. ആർക്കാണ് 747 കൊടുക്കാൻ ആരുടെ കയ്യിലുണ്ട്? ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റിലെ കറസ്പോണ്ടൻറ്റ് എൻവോയ് എന്ന് പറയുന്നത് സ്റ്റീവ് വിറ്റ്സ്കോഫിനോട് പറഞ്ഞു, മിഡിൽ ഈസ്റ്റിൽ ആരെങ്കിലും കയ്യിൽ ഓൾമോസ്റ്റ് ക്ലോസ് ടു 747, അതായത് ഈ പറയുന്ന ഇതേപോലെ ആഡംബരമായിട്ടുള്ള 747, വേറെ കാർഗോ എയർക്രാഫ്റ്റ് അല്ല, അതായത് അത്യാവശ്യം ഒരു ഇപ്പം രാജകുടുംബം സഞ്ചരിക്കുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന 747 ഉണ്ടോ? അങ്ങനെ ബോയിങ്ങും കുറേ ടെൻഡേഴ്സ് കൊടുത്തു, ഇന്ന ആൾക്കാരുണ്ട്, അതായത് ഓപ്ഷൻ സെയിലിനുണ്ട്. അങ്ങനെ ഖത്തർ ഈസ് വൺ ഓഫ് ദ ബിഡർ. ഖത്തറിൻ്റെ കയ്യിൽ ഈ പറയുന്ന 747 കയ്യിലുണ്ട്. ഖത്തർ രാജകുടുംബം 2013 മുതൽ 20 വരെ ഈ പറയുന്ന എയർക്രാഫ്റ്റാണ് അവരുടെ യാത്രകൾക്ക് ഉപയോഗിച്ചിരുന്നത്. മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്, 4-5 ബെഡ്റൂം ഉണ്ട്, ലാബോറട്ടറി, അതിഭയങ്കരമായ ലാബോറട്ടറി, ഏകദേശം 100-150 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന ഗാലി സൗകര്യങ്ങളെല്ലാം ഉള്ള എയർക്രാഫ്റ്റാണ്. അപ്പോൾ അത് സംഭവം എന്താണ്, ട്രംപിനോട് പറഞ്ഞു ഇങ്ങനെ ഖത്തറിൻ്റെ സെയിലാണ്, ഖത്തറിൻ്റെ ഈ പറയുന്ന വിമാനം സെയിലിൽ കിടപ്പുണ്ട്. ഈ ഖത്തറിൻ്റെ അവസരം പറഞ്ഞ് മനസ്സിലാക്കാം, 2020 മുതൽ ഈ പറയുന്ന 4 എയർക്രാഫ്റ്റ് ഉണ്ട് ഓൺ സെയിൽ ഇട്ടിരിക്കുക, ഒരാളും വാങ്ങുന്നില്ല, ആർക്കും വേണ്ട. കാരണം 747 ഒരു വെള്ളാനിയാണ്, കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കഷ്ടകാലമാണ്. കാരണം ഇതിന് തീറ്റിപ്പോറ്റാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും വാങ്ങാനില്ല. 2 തുർക്കിക്ക് വെറുതെ കൊടുത്തിരിക്കുക അവർ, ബാക്കി 2 ഹമദ് എയർപോർട്ടിൽ വെറുതെ പാർക്കിംഗ് സ്പേസ് കിടക്കുക. അതിന് മെയിൻ്റനൻസ്, അതിൻ്റെ പാർക്കിംഗ് ഫീസ്, ഇതെല്ലാം കൂടി അവർക്കൊരു ബാധ്യതയാണ്. അപ്പോൾ ട്രംപ് അയ്യോ നമ്മുടെ അൽത്താനി എൻ്റെ സുഹൃത്താണ്, അപ്പോൾ അൽത്താനിയോട് സംസാരിക്കാം. അപ്പോൾ അൽത്താനിയും ട്രംപും കൂടി സംസാരിച്ചു. അപ്പോൾ അൽത്താനി പറഞ്ഞു തങ്ങളെടുത്തോളൂ, വിലയൊന്നും കണക്കൂട്ടണ്ട. അപ്പോൾ ട്രംപ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇനി ഒരു ഗിഫ്റ്റായിട്ട് അമേരിക്കയ്ക്ക്. കാരണം അമേരിക്കയുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന അമേരിക്കയുടെ ഗിഫ്റ്റാണ് ഫ്രം ഫ്രാൻസ്. 1884 റെവല്യൂഷനിലെ അമേരിക്കൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു പതാകയായിട്ട് അവർ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഒരു കാര്യം ചെയ്യും, നീ ഒരു ഗിഫ്റ്റ് എനിക്കിതാ. അങ്ങനെയാണ് ഈ പറയുന്ന ബന്ധം വന്നിരിക്കുന്നത്. ഒരു നയാ പൈസയുടെ ഇടപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടില്ല. ഒരു പൈസ അൽത്താനി അങ്ങോട്ട് കൊടുക്കൂ, ട്രംപ് ഇങ്ങോട്ട് കൊടുക്കൂ, ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നാണ് ഈ വലിയ കോൺട്രവേഴ്സി. അതായത് ഇത്ര വലിയ സംഭവം എന്താണ്, അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ കൊടുത്തു. ഇനി പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ മീഡിയാസിന്, ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് മീഡിയാസിനൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഈ വിമാനം കൊണ്ടുപോകുന്നു, വിമാനം എന്ത് ചെയ്യും? ഇതൊരു മോണ്യുമെന്റ് പീസാണ്. ഓക്കെ, അതായത് ട്രംപ് വിരമിക്കുമ്പോൾ ട്രംപ് അവൻ്റെ മ്യൂസിയത്തിൽ ഈ പറയുന്ന വിമാനം എടുത്ത് വെക്കും. ഇവിടെ റേഗൻ എന്ന് പറയുന്ന മുൻ പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിൽ പോയാൽ 707 പഴയ എയർഫോഴ്സ് 1 കാണാം, എല്ലാവർക്കും പോയി കണ്ട് എല്ലാവർക്കും കാണാൻ സാധിക്കും. അതേപോലെ ആയിരിക്കും ഒരു മ്യൂസിയം പീസാണ് ഈ പറയുന്ന സംഭവം. ഇത്രയേ ഉള്ളൂ, വലിയ കഥയൊന്നുമില്ല. ഇനി ട്രംപിൻ്റെ ഇത് ഈ പറയുന്ന എല്ലാവരും വലിയ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഈ പറയുന്ന 747 ഒന്നുമല്ല വിഷയം ട്രംപിൻ്റെ കുടുംബം തന്നെയാണ്. കാരണം ട്രംപിൻ്റെ കുടുംബം എന്നുള്ളത് ട്രംപിനോട് വളരെ അസോസിയേറ്റഡ് ആണ്. ബിസിനസ് പ്രിവിലേജ്, അതായത് എന്താ പറയുന്നത്, അവർക്ക് ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്, ക്രിപ്റ്റോ കറൻസിയിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ഉണ്ട്, ബിൽഡിങ്ങുകൾ പണിയുന്നു. ട്രംപിൻ്റെ മരുമകൻ ജെറഡ് കുഷ്നർ, പിന്നെ മറ്റേ വേറൊരു ട്രംപിൻ്റെ മകൾ എറിക് ട്രംപ്, ഇവരൊക്കെ മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ജനങ്ങളുടെ സംശയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഫോറിൻ പോളിസിയും ഇതുമായി മിക്സ് ആകുമോ എന്ന്. അതായത് ഒരു വിമാനം കൈമാറുന്നു, അപ്പോൾ വെറുതെ എന്തായാലും ഒരാൾ വിമാനം കൊടുക്കില്ല വെറുതെ. അപ്പോൾ എന്തെങ്കിലും തിരിച്ച് ട്രംപ് ഒരു ഫോറിൻ പോളിസിയിൽ ഇളവ് ഇവർ കൊടുക്കുമോ ഖത്തറിന്? ഇതാണ് എല്ലാവരും ബലമായ സംശയം. ട്രംപ് എന്ന് പറയുന്നത്, ട്രംപിനോട് എൻ്റെ അപേക്ഷ എന്ന് പറയുന്നത്, എല്ലാവരും പറയുന്നത് ബൈഡനെ പോലെ ആവരുത്. ബൈഡൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഹണ്ടർ ബൈഡൻ്റെ മകൻ കാഴ്ച അഴിമതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അവസാനം ആ മകനെ എന്താ പറയുന്നത് മാപ്പ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. തല കുനിച്ചാണ് ആ പറയുന്ന വ്യക്തി വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയത്. മകന് വിമുക്തനാക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എവരിബഡി നോസ് ദാറ്റ് ബൈഡനുമായി ബന്ധപ്പെട്ട ആളുകൾ പണം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് ട്രംപ് എത്തിച്ചു കഴിഞ്ഞാൽ അത് ട്രംപിൻ്റെ പൊളിറ്റിക്കൽ കരിയർ വലിയൊരു തീരാ നോവായി മാറും. കാരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ വ്യക്തിയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പേഴ്സണൽ ബിസിനസ്സുകൾ മാറ്റി നിർത്തുക എന്നല്ല പറയുന്നത്, പക്ഷെ അതിനെ മിക്സ് ചെയ്യരുത് ഫോറിൻ പോളിസിയുമായിട്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരായിക്കോട്ടെ, അതവർ ജെറഡ് കുഷ്നറും എറിക് ട്രംപൊക്കെ അവർക്ക് ബിസിനസ് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന വൈറ്റ് ഹൗസ് ഒരു പ്രിവിലേജ് വാങ്ങിച്ചതുകൊണ്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ട്രംപിൻ്റെ ഈ പറയുന്ന ഈ 400 മില്യൺ എയർക്രാഫ്റ്റിൽ എന്തോ കഥയുണ്ടെന്ന് എല്ലാവരും മനസ്സിലാകും. കാരണം ഇപ്പോൾ ജനങ്ങൾക്ക് ചെറിയ സംശയമുണ്ട്. കാരണം ഈ പറയുന്ന മക്കളുടെ ബിസിനസ് മിക്സ് ആവുന്നുണ്ടോ എന്ന് ട്രംപിൻ്റെ. വേറെ വലിയ കഥയൊന്നുമില്ല ഇതിനകത്ത്. അതായത് ട്രംപിൻ്റെ ഫാമിലി പറഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന എയർക്രാഫ്റ്റ് മ്യൂസിയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുമ്പോൾ പോകുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ കസ്റ്റമൈസ് ചെയ്യാൻ ഒരു $1 ബില്യൺ വരും. അതായത് ഈ പറയുന്ന എയർക്രാഫ്റ്റിനകത്ത് ഒരു എയർഫോഴ്സ് 1 ആക്കി മാറ്റണമെങ്കിൽ ഒരുപാട് ചിലവുണ്ട്. ആ ചിലവ് എടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും സംശയം. ഇത് 2 വർഷം എടുക്കും ഇത് തയ്യാറായി വരാനായിട്ട്. ആ തയ്യാറായി വന്ന് ട്രംപ് ഭരണത്തിൽ നിന്ന് ഇറങ്ങി പിറ്റത്തെ മാസം അല്ലെങ്കിൽ പിറ്റത്തെ വർഷം മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. ഈ മ്യൂസിയത്തിലേക്ക് പോകുന്ന ഈ സാധനത്തിന് $1 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതോ അദ്ദേഹത്തിന് 2 വർഷം ബോയിങ്ങിൻ്റെ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്താൽ മതിയോ? ഇതൊക്കെ ചോദ്യങ്ങളാണ് ട്രംപിനോട് ചോദിക്കുന്നത്. വ്യക്തമായ ഉത്തരങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല എവിടുന്ന്.